ഇതിഹാസ തുല്യമാണ് MiG-21 വിമാനത്തിന്റെ കഥ. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയുടെ ആകാശങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ MiG-21 യുദ്ധവിമാനം വീണ്ടും പറന്നുയരാൻ തയ്യാറെടുക്കുകയാണ്. യുദ്ധമേഖലകളിൽ പോരാട്ട സേവനങ്ങളിലേക്ക് ഇനി ഒരു മടക്കമില്ലെങ്കിലും അടുത്ത പറക്കൽ വ്യോമസേനയുടെ ഹെറിറ്റേജ് ഫ്ലൈറ്റ് വിഭാഗത്തിലേക്കാണെന്നു മാത്രം. ഇന്ത്യൻ സൈനിക വ്യോമയാന മേഖലയുടെ വളർച്ചയും പാരമ്പര്യവും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് വ്യോമസേനയുടെ ഹെറിറ്റേജ് ഫ്ലൈറ്റ് പദ്ധതി. പഴയ വിമാനങ്ങളെ ആദരിക്കാനും ഓർമ്മപ്പെടുത്താനും സവിശേഷമായ പരിപാടികളിലും എയർ ഷോകളിലും MiG-21 ഇനി പറന്നുയരും. നിലവിൽ ഈ വിഭാഗത്തിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ 3 വിമാനങ്ങളുണ്ട്. ഒന്ന് ബ്രിട്ടീഷ് വംശജനായ ഡെ ഹാവിലാൻഡ് DH ടൈഗർ മോത്ത്, അമേരിക്കൻ നിർമ്മിതമായ T6 ഹാർവാർഡ് ഡഗ്ലസ് C-47 ഡെക്കോട്ട എന്നിവയാണ് മറ്റു 2 എണ്ണം. ഈ കൂട്ടത്തിലേക്കാണ് MiG-21 ഇനി അണിചേരുക. നാഷിക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില വിമാനങ്ങൾ ഇതിനായി പരിശോധിക്കപ്പെടുകയാണ്. എന്നാൽ ഹെറിറ്റേജ് ഫ്ലൈറ്റ് വിഭാഗത്തിന് പ്രധാന വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള കാര്യം ഇവയുടെ പരിപാലനവും എഞ്ചിൻ ഭാഗങ്ങളുടെ ലഭ്യതയുമാണ്. MiG-21 ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലൈസൻസിൽ നിർമ്മിച്ച വിമാനമാണ്. അതിനാൽ ആവശ്യമായ ചില ഭാഗങ്ങൾ ആഭ്യന്തരമായി തന്നെ ലഭ്യമാണ്. ദശാബ്ദങ്ങൾ നീളുന്ന പരിചയ സമ്പത്തുള്ള വ്യോമസേനയ്ക്ക് ഈ വിമാനങ്ങളുടെ പരിപാലനത്തിനായുള്ള വ്യക്തമായ ധാരണ ഉണ്ടെന്നാണ് അനുമാനിക്കേണ്ടത്. ഹെറിറ്റേജ് ഫ്ലൈറ്റ് വിഭാഗത്തിലേക്ക് എത്ര MiG-21 വിമാനങ്ങൾ ഉൾപ്പെടുത്തുമെന്നതിൽ തീരുമാനമായിട്ടില്ല. 6 പതിറ്റാണ്ടോളം നീണ്ട സേവനത്തിനു ശേഷം 2025 സെപ്റ്റംബർ 26 ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് MiG-21 ഔദ്യോഗികമായി വിരമിച്ചത്. 1963 ഇതേ നഗരത്തിലാണ് ഈ വിമാനങ്ങൾ ആദ്യം സേവനത്തിൽ ഏർപ്പെട്ടത്. ഹെറിറ്റേജ് വിംഗ് ആദ്യം വിന്റേജ് എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് എന്ന പേരിൽ 1988 ഏപ്രിലിൽ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ തൊട്ടടുത്ത വർഷം തന്നെ അത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടിയും വന്നു. 2012 പദ്ധതി പുനരാരംഭിക്കുകയും പിന്നീട് ഹെറിറ്റേജ് ഫ്ലൈറ്റ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 6 ദശാബ്ദങ്ങളോളം നീണ്ട സേവനകാലത്ത് MiG-21 ഇന്ത്യൻ വ്യോമസേനയുടെ നിരവധി മഹത്തായ ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ടുണ്ട്. 1971 ബംഗ്ലാദേശ് യുദ്ധം, 1999 കാർഗിൽ യുദ്ധം, 2019 ബാലാകോട്ട് എയർ സ്ട്രൈക്ക് എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന യുദ്ധങ്ങളിൽ MiG-21 താരമായിരുന്നു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർദ്ധൻ ഉൾപ്പെട്ട പ്രശസ്തമായ ആകാശ ഏറ്റുമുട്ടലും MiG-21 വിമാനത്തിലായിരുന്നു. ഇതിനൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും യുദ്ധ സ്മാരകങ്ങൾക്കും മ്യൂസിയങ്ങൾക്കും വിരമിച്ച MiG-21 വിമാനങ്ങളുടെ എയർ ഫ്രെയിമുകൾ പ്രദർശനത്തിനായി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ വ്യോമസേനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് എഞ്ചിനോ ആയുധ സംവിധാനങ്ങളോ ഇല്ലാത്ത വിമാനങ്ങൾ അത്തരം ആവശ്യങ്ങൾക്കായി നൽകാനും തീരുമാനമായിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത് ലഭ്യമാക്കാൻ ഏകദേശം 30 ലക്ഷം രൂപയോളം നൽകേണ്ടി വരും. എന്നാൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും യുദ്ധ സ്മാരകങ്ങൾക്കും ഈ വകമാറ്റം സൗജന്യമായിരിക്കും. വിമാനങ്ങളുടെ പ്രായം മൂലമോ സാങ്കേതിക പരിമിതികൾ മൂലമോ സർവീസിൽ നിന്ന് പിന്മാറുമ്പോഴാണ് അവയെ പ്രദർശനത്തിനായി പുനർനിർദ്ദേശിക്കുന്നത്. വർഷങ്ങളായി ഘട്ടം ഘട്ടമായി വിരമിച്ച MiG-21 വിമാനങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇതിനകം തന്നെ പ്രദർശനത്തിനായി സ്ഥാപിച്ചിരിക്കുന്നു. MiG-21 ഈ പുനരുജ്ജീവനം വ്യോമസേനയുടെ തേജസ്സിനെയും ചരിത്രത്തിനെയും പുതിയ തലമുറയ്ക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഉദ്യമമാകും.